ഹായ്, എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ സത്യം പറഞ്ഞാൽ തീരെ താല്പര്യമില്ല. പിന്നെ പറയാണ്ടിരിക്കാൻ നിർവാഹമില്ല. ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ പറയും താത്ത വ്യൂസിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയൊന്നുമല്ല, അത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതാണ് കേട്ടോ. വ്യൂസിന് വേണ്ടിയിട്ടൊന്നുമല്ല. പിന്നെ എനിക്ക് ആരിഫ് ഹുസൈനോട് ഒരു വ്യക്തിപരമായിട്ട് ഒരു വിദ്വേഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ വിളിച്ചു പറയുന്ന ഓരോ പ്രസ്താവനകൾ ഉണ്ടല്ലോ, അതിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അത് നമ്മൾക്ക് തുറന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. ആരിഫ് ഹുസൈൻ പറയുന്നത് പ്രകാരം തന്നെ നമ്മൾക്കും തുറന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ എന്താണ് എന്ന് വെച്ചാൽ, ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നിരന്തരം ഇങ്ങനെ ഇസ്ലാമിനെ അല്ലെങ്കിൽ ഖുർആനെ തേജോവധം ചെയ്തുകൊണ്ട് നിങ്ങൾ വീഡിയോസ് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതേ പ്രകാരം തന്നെ ആ ഖുർആനിൻ്റെ ഒരായത്തെങ്കിലും നിങ്ങൾക്ക് ഒന്ന് കാണിക്കാൻ പറ്റുമോ? അതേപോലെ ഒരായത്ത് നിങ്ങൾക്കൊന്ന് ഇറക്കാൻ പറ്റുമോ? 2 വരി മതി, ഒരൊറ്റ ആയത്ത്. ഖുർആൻ ഫുള്ള് എന്നല്ല, അതേപോലെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ ആരിഫ് ഹുസൈൻ്റെ വേറെ ഒരാളുമായിട്ടുള്ള സംവാദത്തിൻ്റെ ഇടയ്ക്കുള്ള ചെറിയൊരു ഭാഗം ഞാനിവിടെ വെക്കുകയാണ് കേട്ടോ. അതൊന്ന് കേട്ട് നോക്ക്. ഒരു മതം നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാക്കാൻ പറ്റാത്തത് ഇപ്പൊ ഈ ഒരു 100 വർഷത്തിനിടയിൽ ഉണ്ടായ ഏതെങ്കിലും ഒരു മതങ്ങൾ പറയൂ. എന്തിനാ 100 വർഷം മുന്നുള്ളതെന്ന് ഇസ്ലാം? അതാ പറഞ്ഞേ, 100 വർഷത്തിന് ഇപ്പുറം നിങ്ങൾക്ക് ഒരു മതം ഉണ്ടാക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്. ശാസ്ത്രങ്ങളും മറ്റുള്ള എല്ലാ കണക്ക് പ്രകാരം പറയേണ്ടത് 100 വർഷത്തിന് ശേഷം ഇപ്പോ നിങ്ങൾക്ക് ഒരു മതം ഉണ്ടാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാ പുതിയ ഒരു മതം ഉണ്ടാക്കണ്ടോ? ഉണ്ടാക്കിയാലും എന്താ കുഴപ്പം? അല്ലെങ്കിൽ മുഹമ്മദ് നബി ഇന്നാണ് ജീവിക്കണമെന്ന് വിചാരിക്കാം. ഇന്ന് ഇങ്ങനെ ഒരു മതം ഉണ്ടാക്കാൻ പറ്റും ഇസ്ലാം? എന്തുകൊണ്ടപ്പോ ഒരു മതം നിങ്ങൾക്ക് ചോദിക്കുന്ന കേട്ടില്ലേ നിങ്ങള്? എന്താ നിങ്ങൾക്ക് അതേപോലെ ഒരു മതം ഉണ്ടാക്കാൻ പറ്റുമോ? ഞാനത് തന്നെയല്ലേ ഞാനും ചോദിച്ചത്. ആരിഫിൻ്റെ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഖുർആനെ ഇങ്ങനെ അധിക്ഷേപിക്കുമ്പോൾ അതേപോലെ ഒരായത്തെങ്കിലും 30 ജുസ് വേണം എന്ന് പറയുന്നില്ല, ഒരൊറ്റ ആയത്തെങ്കിലും ഇറക്കാൻ പറ്റുമോ എന്നുള്ളത്. അതിൻ്റെ താഴെ വന്നിട്ട് ഒട്ടനവധി പേര് പിന്നെ ആരിഫ് സാറിന് അതാണ് ജോലി, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, പിന്നെ നിങ്ങളെന്താണ് വിചാരിച്ചത്, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് കുറേ സംഖ്യകൾ വന്നിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കൊരു നിയമം, നമ്മൾക്ക് ഒരു നിയമം, അങ്ങനെ ഒന്നുണ്ടോ? അതാണ് എൻ്റെ ഇതിലത്തെ ചോദ്യം. അതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം, ഓരോരുത്തരെ മതത്തിനോടുള്ള ഇഷ്ടവും യുക്തിവാദിത്വം, അതൊക്കെ പേഴ്സണൽ കാര്യങ്ങളാണ്. എന്ത് വിശ്വസിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളതെല്ലാം. പക്ഷേ ഈ പൊതുവായ സ്ഥലത്ത് വന്നിരുന്നു കൊണ്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ പറയുമ്പോൾ നമ്മൾക്കും ഒരു അഭിപ്രായം ഉണ്ട്. അത് എല്ലാം കേട്ടിട്ട് നിങ്ങളെ കുറച്ച് കൂട്ടാളികൾ മാത്രം വിശ്വസിച്ചിട്ട് അതിനെ കുറേ കമൻസ്, നിങ്ങൾക്ക് അനുകൂലമായിട്ട് കമൻസ് മാത്രം ഇടുന്ന കുറച്ച് പേരുണ്ടാവും. പക്ഷേ പ്രതികരിക്കുന്നവരും ഉണ്ട് ഇവിടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. എല്ലാവരും അത് അതേപോലെ അങ്ങ് വിഴുങ്ങിക്കളയൂല. നിങ്ങൾക്ക് ഒരു നിയമം, ഇത് കേൾക്കുന്ന ചിലർക്കെങ്കിലും ഒരു നിയമം, അങ്ങനെ ഒന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഇപ്പോൾ അയാളോട് ചോദിച്ച പോലെ തന്നെ നിങ്ങൾക്ക് മതം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ച പോലെ തന്നെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഒരായത്തെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുമോ, ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് മതി ഇസ്ലാമിനെ ഇങ്ങനെ അവഹേളിക്കുന്നത് കേട്ടോ. ഞാൻ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തോ ആയിപ്പോവും. കാരണം നമ്മൾ ഊളകളല്ല എന്നുള്ളതൊന്ന് കാണിച്ചു തരണം. നിങ്ങൾ മുസ്ലിം മതവിശ്വാസികൾ പൊട്ടന്മാരും ബുദ്ധിയില്ലാത്തവരും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മദ്രസ പൊട്ടത്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വിവര വിദ്യാഭ്യാസം ഇല്ലാത്തവളാണെന്നൊക്കെ എന്നെ പറഞ്ഞിട്ടുണ്ട്. നെവർ മൈൻഡ് മനസ്സിലായോ? അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ, മുസ്ലിമീങ്ങൾ എന്താണ് മിണ്ടാണ്ടിരിക്കുന്നത്? അവർക്ക് പറയാൻ ഇതിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ആരിഫിനെതിരെ പിന്നെ പ്രതികരിക്കാത്തത്, അല്ലെങ്കിൽ ആരിഫിൻ്റെ ഒപ്പം നിന്നിട്ട് സംവാദത്തിന് ആവാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഒട്ടനവധി പേര് വന്നിട്ടുണ്ട്, വിജയിച്ച ചരിത്രവുമുണ്ട്. അപ്പം എനിക്കിതിലെടുത്ത് പറയാനുള്ളത്, ബുദ്ധിയില്ലായ്മയല്ല നമ്മുടെ ആയത്. എന്താണെന്ന് വെച്ചാൽ മൗനം വിദ്വാനുഭൂഷണം ആണ്. അതാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളത്. നല്ല രീതിയിൽ ഖുർആനെ മനസ്സിലാക്കിയവരുമുണ്ട്, അല്ലാതെ തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയവരും ഉണ്ട്. അതിൽ തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയ കാറ്റഗറിയിൽ പെടുന്നതാണ് ആരിഫ് ഹുസൈൻ, ലിയാഖത്ത് അലി എന്ന് വേണ്ട കുറച്ച് പേര്. ഇതിനു മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മതം വേണം മനുഷ്യന് എന്നുള്ളത്. തീർച്ചയായിട്ടും കുറച്ചെങ്കിലും അല്ല ഉണ്ട്. നമ്മൾ
ഒരു ദൈവം ഒരു അള്ളാഹു ഉണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിച്ചേ മതിയാവുള്ളൂ. നമ്മളെ നേരായ മാർഗത്തിലൂടെ നടത്താൻ ഒരു നാഥനുണ്ട്, നമുക്ക് ഒരു രക്ഷിതാവുണ്ട്. അതൊക്കെ തന്നെയാണ് ഖുർആനിലും പറയുന്നത്. ഒരു രക്ഷിതാവുണ്ട്, നമ്മളെ മുന്നോട്ട് നയിക്കാൻ നമുക്കൊരു രക്ഷിതാവ് വേണം. തെറ്റേത് ശരിയേത് എന്ന് പഠിപ്പിക്കാൻ ഒരു രക്ഷിതാവ് വേണം, തീർച്ചയായിട്ടും വേണം. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇന്നലെ വരെ ലൈവ് ഇട്ടപ്പോൾ ജിഹാദി എന്ന് വിളിച്ചു. എനിക്ക് തീരെ ഇഷ്ടമല്ലേ ജിഹാദി എന്ന് വിളിക്കുന്നത്. ഞാൻ ഖുർആനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് മറ്റു മതസ്ഥരെ നിങ്ങൾ കാഫ്രീങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും വന്നിട്ടില്ല കേട്ടോ. നിങ്ങളിതിൽ ഒരുപാട് സംഘിക്കുട്ടന്മാർ വന്നിട്ട് മേയുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ. എപ്പെങ്കിലും ഞാൻ എന്നുള്ള വ്യക്തി നിങ്ങളെ പോ കാഫിറ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടോ? അതാണ് എൻ്റെ മാന്യത. അപ്പോൾ ഈ മാന്യത ഞാൻ പഠിച്ചത് എൻ്റെ ഇസ്ലാമിൽ നിന്നാണ്. അത് നിങ്ങൾ എത്ര കടന്നു മെഴുകിയാലും ഞാൻ പറയും, ഞാൻ ഇത്ര പ്രായം വരെ ഞാൻ ഈ ഇസ്ലാമിൽ നിന്നുകൊണ്ടാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും വേണ്ട എല്ലാ കാര്യങ്ങളും പഠിച്ചത് ഈ ഇസ്ലാമിൻ്റെ ചിട്ടവട്ടങ്ങളിൽ നിന്നുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് എനിക്കിതിന് ഒന്നും പറയാനില്ല, ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഇവിടെ ഞാനൊരു ആയത്തും അതിൻ്റെ അർത്ഥവും കൂടിയും വെക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ സ്ട്രൈക്ക് വരാൻ സാധ്യത ഉണ്ട്, അപ്പം ചിലപ്പോൾ വെക്കുള്ളൂ, നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ അങ്ങേ അറ്റം നമ്മൾ എന്നും ആരോഗ്യത്തോടെ ഇരിക്കൂല അല്ലേ? അപ്പം നമ്മൾ ആരോഗ്യമെല്ലാം ക്ഷയിച്ച് നമ്മൾ അല്ലെങ്കിൽ പോട്ടെ ഒന്നും വേണ്ട, ഒരു വയറിളക്കം വന്നു കഴിഞ്ഞാൽ, ഒരു ലൂസ് മോഷൻ വന്നു കഴിഞ്ഞാൽ, നിൽക്കാണ്ടായി കഴിഞ്ഞാൽ, നമ്മൾ ഒരു കിടക്കയിലായി കഴിയുന്ന സമയത്ത് നമ്മൾ ആരെ വിളിക്കും? ഓട്ടോമാറ്റിക്കലി വിളിക്കും. ഞാനൊക്കെ വേദന വരുമ്പോൾ അയ്യോ എൻ്റെ ഉമ്മാന്ന് പറയും, നമ്മൾ ഉമ്മാരെ വിളിക്കും അല്ലേ? ഉമ്മാരെ വിളിക്കും. എന്തിതായി കഴിഞ്ഞാലും അങ്ങേ അറ്റെത്തിക്കഴിഞ്ഞാൽ അള്ളാന്ന് വിളിക്കും, എൻ്റെ റബ്ബേ നീ എന്നെ കാക്കണേ എന്ന് പറയും. അപ്പം എനിക്ക് പറയാനുള്ളത്, ഒരു ലൂസ് മോഷൻ വന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ, സത്യം. അത് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് ഞാൻ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇനിയും കഥ തുടരും. ഇതൊക്കെ പറയിപ്പിക്കുന്നതാണ്, നമ്മൾ ചെയ്യൂല എന്ന് വിചാരിക്കും, പക്ഷേ പ്രതികരിക്കാണ്ടിരിക്കാൻ നിർവാഹമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ വ്യൂസിനാണ് മറ്റീനാണ് മറിച്ചിനാണെന്ന് പറഞ്ഞാൽ നെവർ മൈൻഡ്. ഓക്കെ.